എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു പുഡിംഗ് തയ്യാറാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1/2 ലിറ്റർ പാൽ തിളപ്പിച്ചെടുക്കണം. പാൽ തിളച്ചു വരുമ്പോൾ തീ ഓഫ് ചെയ്തു മാറ്റിവെക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പാനിയാക്കിയെടുക്കണം. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പഞ്ചസാര പാനിയാവുന്നതുവരെ സ്പൂണോ തവിയോ ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര പാനിയായ ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പാൽ പാടം മാറ്റിയ ശേഷം 2-3 തവണകളായി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് പഞ്ചസാര നന്നായി അലിയുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര ഇപ്പോൾ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതുവരെ മാറ്റിവെക്കണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ ചൂടാറിയ ശേഷം മുട്ടയിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചുകൊടുത്ത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുത്ത് പുഡിംഗ് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് മാറ്റി അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് മൂടിവെക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായി ഒരു പാത്രത്തിലേക്ക് 2-3 ടിഷ്യൂ വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളെടുത്തിരിക്കുന്ന ബൗളിന്റെ പകുതിയോളം മുങ്ങുന്ന അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി. ബൗളുകൾ വെച്ച ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ 25 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിനു ശേഷം 3 മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ മാറ്റിവെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.